ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു 5 നിമിഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. ചില സമയത്ത് നമ്മുടെ വീട്ടിൽ തേങ്ങ കാണത്തില്ല, അല്ലെങ്കിൽ തക്കാളി കാണത്തില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഈ ചട്നി ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ തക്കാളിക്കൊക്കെ ഭയങ്കര വിലയല്ലേ, അപ്പോൾ തക്കാളി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു ചട്നി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ലൊരു ചട്നിയാണ്. അപ്പോൾ ഒരു റെസിപ്പി കാണാം. ആദ്യം തന്നെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 വലിയ സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇത് നൈസായിട്ട് അരിയണം, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. റഫായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. എന്തായാലും നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നതാണ്, അതുകൊണ്ട് ആ പ്രശ്നമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതല്ലേ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് പണി തീർക്കണം. അതിന് വേണ്ടിയിട്ട് റഫായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 10 വെളുത്തുള്ളിയുടെ അല്ലിയും ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് 3 വറ്റൽമുളകും പിന്നെ 3 കാശ്മീരി മുളകും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ മുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലയാണ്. അതായത് നമ്മളിതിൽ തേങ്ങ ചേർക്കുന്നില്ലല്ലോ, അതിന് പകരമായിട്ടാണ് ഈ പൊട്ടുകടല ചേർക്കുന്നത്. അതൊരു പിടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം, അതായത് ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പീസ് പുളിയും ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതിന് പകരമായിട്ടാണ് പുളി ചേർക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇറക്കി വയ്ക്കുക. ഇനി ഇത് ചൂടാറാനായിട്ട് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ആദ്യം ഒന്ന് വെള്ളമില്ലാതെ അടിച്ചെടുക്കുക. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇനി ഇതിലേക്ക് ഒരു താളിപ്പും കൂടിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അതായത് അരച്ചതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലും ഇട്ട് താളിച്ച് ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. എന്നും ഇഡ്ഡലിയുടെ കൂടെ തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ അല്ലെങ്കിൽ തക്കാളി ചട്നിയോ ഒക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇങ്ങനെ ഒരു ചട്നിയും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു 4 ഇഡ്ഡലി കഴിക്കണ സമയത്ത് 2 ഇഡ്ഡലി എക്സ്ട്രാ ആയിട്ട് അകത്തേക്ക് ചെല്ലും. അതിനൊരു സംശയവും വേണ്ട. അത്രയും നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.